ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് വേദിക് ഏജിനെ കുറിച്ചാണ്, വേദ കാലഘട്ടത്തെ കുറിച്ച്. അതിനുശേഷം നമ്മൾ നമ്മുടെ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച്, അതായത് ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ള ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ഏറ്റവും വിപുലമാർന്ന ഒരു സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. അത് മൗര്യ സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ആണ്. എല്ലാവരും ചാപ്റ്റർ 7 എടുക്കുക, പേജ് നമ്പർ 73. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 7ന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഗുപ്തന്മാരും അവരുടെ പിൻഗാമികളും, അതായത് ദ ഗുപ്താസ് ആൻഡ് ദെയർ സക്സസേഴ്സ്. അപ്പൊ ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഉടലെടുത്തു വന്ന ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും വിപുലമാർന്ന മറ്റൊരു സാമ്രാജ്യമായിരുന്നു ഗുപ്ത സാമ്രാജ്യം. അതായത് മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഏറ്റവും വിപുലമാർന്ന ശക്തമായ ഒരു സാമ്രാജ്യമായിട്ട് നമുക്ക് ഗുപ്ത സാമ്രാജ്യത്തെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഗുപ്തന്മാരെ കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ അവർ ഗുപ്ത സാമ്രാജ്യത്തിലെ പ്രധാന രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു, അവരുടെ ഭരണ പരിഷ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു, അതുപോലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ ഭരണ കാലഘട്ടം, അതുപോലെ അവരുടെ ഭരണ രീതികള്, പിന്നെ ഗുപ്ത കാലഘട്ടത്തില് വികാസം പ്രാപിച്ചിട്ടുള്ള കലാ കായിക മേഖലകളിലെ വികാസങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണങ്ങളും മറ്റും നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ ആവിർഭാവത്തെ കുറിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെയുള്ള ഒരു ചോദ്യമാണ്. ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്നത് മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഒരുപാട് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും ഒരുപാട് ചെറിയ ചെറിയ രാജാക്കന്മാരും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ശതവാഹനന്മാരും അതുപോലെ തന്നെ നമ്മുടെ കുശാനന്മാരും. അങ്ങനെയുള്ള ആളുകളുടെ ചില പ്രാദേശികമായ തർക്കങ്ങളും, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ അധികാരം നഷ്ടപ്പെടുമ്പോൾ ആ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി മറ്റു പല രാജാക്കന്മാരും യുദ്ധങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെയുള്ള യുദ്ധങ്ങൾക്കിടയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം, അതായത് ഒരു രാജാവും അവിടെ ഭരണം നടത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഉയർന്നു വന്ന അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കപ്പെട്ട ഒരു രാജവംശമാണ് ഗുപ്ത രാജവംശം എന്ന് പറയുന്നത്. കുശാനന്മാരുടെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ രാഷ്ട്രീയ ശിഥിലീകരണം നടക്കുകയും നിരവധി ചെറിയ രാജ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. അന്യോന്യം നിരന്തരം കലഹിച്ചു പോകുന്ന ഈ രാജ്യങ്ങൾ പലപ്പോഴും യുദ്ധത്തിലേർപ്പെട്ടു. കലങ്ങി മറിഞ്ഞ അന്തരീക്ഷം ഒരു നൂറ്റാണ്ടോളം തുടർന്നു. ഒടുവിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തോടെ അസ്വസ്ഥതകൾ തൽക്കാലം അവസാനിച്ചു. പാടലിപുത്രമായിരുന്നു അതിന്റെ തലസ്ഥാനം. ഓക്കെ, പേജ് നമ്പർ 73 ആണ് കേട്ടോ. പേജ് നമ്പർ 73, ചാപ്റ്റർ 7 ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുപ്തൻ സാമ്രാജ്യത്തെ കുറിച്ചും അവരുടെ പിൻഗാമികളെ കുറിച്ചും, അതായത് ഗുപ്ത സാമ്രാജ്യത്തിലെ പിൻഗാമികളെ അല്ലെങ്കിൽ പ്രമുഖരായ രാജാക്കന്മാരെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതുപോലെ മൗര്യ സാമ്രാജ്യത്തിന് ശേഷം, മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടലെടുത്ത വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ വളരെ ആധിപത്യമുള്ള ആദ്യത്തെ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. അതിനുശേഷം ഉടലെടുത്തു വന്ന രണ്ടാമത്തെ ഏറ്റവും വലിയൊരു സാമ്രാജ്യം എന്ന് പറയുന്നത് ഗുപ്ത സാമ്രാജ്യമാണ്. അപ്പൊ ഈ ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് മൗര്യ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും ഒരുപാട് ആളുകൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ രാജ്യങ്ങൾക്ക് വേണ്ടി നിലനിന്നിരുന്നു. പക്ഷെ ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം എല്ലാവരും ഗുപ്ത രാജാക്കന്മാരുടെ പരമാധികാരത്തെ മാനിക്കുകയും അതിനു കീഴിൽ ഈ അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങളും മറ്റു കാര്യങ്ങളും നിലയ്ക്കുകയും ചെയ്തു. അതിനുശേഷം പാടലിപുത്രമായിരുന്നു അതിന്റെ തലസ്ഥാനം. അതായത് ഗുപ്ത രാജവംശത്തിലെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാടലിപുത്രം, പേജ് നമ്പർ 73 പാടലിപുത്രമായിരുന്നു നമ്മുടെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ വൺ വേർഡ് ആയിട്ട് ഇപ്പൊ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓപ്ഷൻസിൽ നിന്ന് പാടലിപുത്രം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കണം. അപ്പൊ അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. പിന്നീട് ഗുപ്തന്മാർ വൈശ്യന്മാരായിരുന്നെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ പശ്ചിമ മഗധയിലെ ഒരു ശുദ്രവംശത്തിൽപ്പെട്ട
കർസാക്കർ ഗോത്രവർഗ്ഗക്കാരായിരുന്നു ഗുപ്തന്മാർ എന്ന വിശ്വാസവും പ്രബലമാണ്. അപ്പൊ ഗുപ്തന്മാരുടെ ഒറിജിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ആവിർഭാവത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിവില്ല. കാരണം ചരിത്രകാരന്മാർക്കിടയിൽ അതിനെക്കുറിച്ച്, അതായത് ഗുപ്തൻ രാജവംശത്തിന്റെ മുൻ തലമുറക്കാരെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പൂർവികരെ കുറിച്ചുള്ള അറിവ് വളരെ വിരളമായിട്ടേ ലഭിച്ചിട്ടുള്ളൂ. അത് തന്നെ അവ്യക്തമാണ്. അപ്പൊ ഇങ്ങനെ പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നത്. ഒരു കൂട്ടര് പറയുന്നത് ശുദ്രവംശത്തിൽപ്പെട്ട ആളുകളാണ് ഗുപ്ത രാജവംശം സ്ഥാപിച്ചതെന്നാണ്. മറ്റു ചിലര് പറയുന്നത് അവര് നമ്മുടെ വൈശ്യരായിരുന്നു എന്നാണ്. വൈശ്യർ എന്ന് പറയുന്നത് നമുക്ക് വർണ്ണവ്യവസ്ഥയിലെ നമ്മുടെ മൂന്നാമത്തെ തട്ടിലുള്ള വിഭാഗമാണ്. അതായത് ഏറ്റവും മുകളിലുള്ളത് ബ്രാഹ്മണരാണ്, അതിനുശേഷം ക്ഷത്രിയര്, അതിനുശേഷം വൈശ്യര്, അതിനുശേഷം ശൂദ്രര്. അപ്പൊ വൈശ്യരായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകരെന്ന ഒരു ടോക്കുണ്ട്, അല്ലെങ്കിൽ ഒരു സംസാരമുണ്ട്. അല്ലാതെ ശൂദ്രവംശത്തിൽപ്പെട്ട ആളുകളാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചതെന്നും ഒരു സംസാരമുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കാം. പിന്നെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ്, അങ്ങനെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇടയുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. പേജ് നമ്പർ 73 ശ്രീഗുപ്തനായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കാം. ശ്രീഗുപ്തൻ, ശ്രീബുദ്ധൻ അല്ല, ശ്രീഗുപ്തൻ എന്നാണ്, ഗുപ്തൻ. ഓക്കെ, ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീഗുപ്തൻ. ഓക്കെ, അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. AD 275 ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. ഘടോത്കചൻ ആയിരുന്നു രണ്ടാമത്തെ ഗുപ്ത രാജാവ്. അതായത് ശ്രീഗുപ്തന്റെ മകനായിരുന്നു ഘടോത്കചൻ. അപ്പൊ ഘടോത്കചനാണ് രണ്ടാമത്തെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ രാജാവ്. അതുപോലെ തന്നെ ഇതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാടലിപുത്രമായിരുന്നു. ഇത് 2075 AD ഈ ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ നിന്ന് ഓർത്തു വെക്കേണ്ടത്. ഇത് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്, അതിന്റെ തലസ്ഥാനം എവിടെയാണ്, ഏത് വർഷമാണ് ഇത് സ്ഥാപിച്ചത്, ആദ്യത്തെ ഗുപ്ത രാജാവ് ആരായിരുന്നു, അല്ലെങ്കിൽ ഇത് ഗുപ്ത വംശം സ്ഥാപിച്ചത് ആരായിരുന്നു, അത് ശ്രീഗുപ്തനായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ രാജാവ് ആരാണ്, ഘടോത്കചനായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിനുശേഷം ഗുപ്ത സാമ്രാജ്യത്തിന്റെ അടുത്ത, അല്ലെങ്കിൽ ശ്രീഗുപ്തന് ശേഷം വളരെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ അടുത്തത് കാണുന്നത്. ചന്ദ്രഗുപ്തൻ ഒന്നാമനെ കുറിച്ച് ഒരു ചെറു വിവരണം എഴുതുക. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചന്ദ്രഗുപ്തൻ ഒന്നാമനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു ഗുപ്തവർഷം എന്ന് പറയുന്ന ഒരു സംവത്സരമൊക്കെ ഉണ്ടാക്കിയത് ഈ ചന്ദ്രഗുപ്തനാണ്. അപ്പൊ ചന്ദ്രഗുപ്തന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് AD 319 മുതൽ 334 വരെയായിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ എന്ന് പറയുന്നത് ശ്രീഗുപ്തന് ശേഷം ഏറ്റവും പ്രസിദ്ധനായ മറ്റൊരു രാജാവാണ്, ഗുപ്ത രാജാവാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം AD 319 മുതൽ 334 വരെയായിരുന്നു. അതുപോലെ AD 320 അധികാരത്തിലെത്തിയ അദ്ദേഹം തന്റെ ഓർമ്മയ്ക്കായി ഗുപ്തവർഷം എന്ന പുതിയൊരു സംവത്സരം ആരംഭിച്ചു. ഏകദേശം 600 കൊല്ലത്തോളം ഈ ഗുപ്ത വർഷം എന്ന് പറയുന്ന ആ സംവത്സരത്തിന് ആയുസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 600 കൊല്ലത്തോളം ഈ ഗുപ്ത വർഷം എന്ന് പറയുന്ന സംവത്സരം ആഘോഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് പ്രചാരത്തിൽ നിലനിന്നു. അപ്പൊ ഈ ഗുപ്തവർഷം ആരാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആരുടെ ആശയമായിരുന്നു ഗുപ്തവർഷം എന്നുള്ളത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതൊന്ന് അടയാളപ്പെടുത്തുക. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അദ്ദേഹമാണ് ഗുപ്തവർഷം എന്ന സംവത്സരത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന് മഹാരാജാതിരാജ എന്ന ഒരു പദവിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശക്തരായ ലിച്ചാവി കുടുംബത്തിലെ കുമാരദേവിയുമായുള്ള വിവാഹം അദ്ദേഹത്തിന്റെ പ്രശസ്തിയും അതുപോലെ തന്നെ അധികാരത്തിന്റെ ബലവും ഒക്കെ വർദ്ധിപ്പിച്ചു. അപ്പൊ പണ്ട് കാലഘട്ടത്തിലെ രാജാക്കന്മാരൊക്കെ അവരുടെ അധികാരം യുദ്ധങ്ങളിലൂടെ ഉറപ്പിക്കുക മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്, അവരെ വിവാഹ ബന്ധങ്ങളിലൂടെ ഒരുപാട് ബന്ധുക്കളെയും അതുപോലെ തന്നെ അവരുടെ അധികാരങ്ങളൊക്കെ വിപുലീകരിച്ചിരുന്നു. അത് ബഹുഭാരത്ത് എന്ന് തന്നെ പറയാം. കാരണം പണ്ട് കാലത്തെ രാജാക്കന്മാർക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരെല്ലാം തന്നെ വിവിധ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിവിധ രാജാക്കന്മാരുടെ പുത്രികളാവാം, അല്ലെങ്കിൽ വിവിധ ഇപ്പൊ സാമുദായികമായിട്ട് പ്രബുദ്ധരായിട്ടുള്ള ആളുകളുടെ മക്കളോ അല്ലെങ്കിൽ ആ വംശത്തിൽപ്പെട്ട സ്ത്രീകളെ ആയിരിക്കും ഈ രാജാവ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ശക്തരായ ആ രാജാക്കന്മാരിൽ നിന്നുള്ള ആക്രമണങ്ങളൊന്നും ഈ രാജാവിന്, അതായത് ഈ ബഹുഭാരത്വമുള്ള അല്ലെങ്കിൽ ഒത്തിരി സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രാജാക്കന്മാർക്ക് ഭയക്കേണ്ടിയിരുന്നില്ല.
അപ്പൊ ഇങ്ങനെയുള്ള വിവാഹ ബന്ധങ്ങളിലൂടെ അവരവരുടെ സാമ്രാജ്യം വിപുലമാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ചന്ദ്രഗുപ്തൻ ഒന്നാമനും അത്തരത്തിൽ വിവാഹ ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ശക്തരായ ലിച്ചാവി കുടുംബത്തിലെ കുമാരദേവിയുമായുള്ള വിവാഹം അദ്ദേഹത്തിന്റെ അധികാരം കൂടുതൽ ശക്തമാക്കാനായിട്ട് ഇടയാക്കി. ഗംഗാതീരത്ത് പ്രയാഗ് വരെയുള്ള പ്രദേശങ്ങളും മഗധയും ചന്ദ്രഗുപ്തൻ തന്റെ അധീനതയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ബീഹാർ, ഔധ്, അലഹബാദ്, മഗധ എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തണേ. ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ സാമ്രാജ്യങ്ങൾ എവിടെ വരെയായിരുന്നു, അത് എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബീഹാറില്, അതുപോലെ തന്നെ ഔധ്, അലഹബാദ്, മഗധ എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. AD 335 അദ്ദേഹം നിര്യാതനായി. അതും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. AD 335 ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പൊ അദ്ദേഹം മരണമടഞ്ഞ ദിവസമാണ്, വർഷമാണ് അത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ സമുദ്രഗുപ്തനാണ് അധികാരത്തിൽ വന്നത്. അപ്പം ഈ ഗുപ്തന്മാരുടെ അധികാരം എന്ന് പറയുന്നത് അത് പിന്തുടർച്ച രീതിയിലായിരുന്നു. പക്ഷെ അത് പാരമ്പര്യമായിട്ട് അവർക്ക് ആ അധികാരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ അതൊരു പിന്തുടർച്ചാ നിയമം ഒന്നും അവിടെ ഇല്ലായിരുന്നു. അത് പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾക്ക് അത് ലഭിച്ചിരുന്നു. പക്ഷെ ഒരു പിതാവ് മരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ മകനാണ്, അങ്ങനെയുള്ള ഒരു പിന്തുടർച്ചാ നിയമമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചന്ദ്രഗുപ്തൻ ഒന്നാമന് ശേഷം അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് രാജ്യപദവിയിൽ എത്തിയത് അദ്ദേഹത്തിന്റെ മകനായ സമുദ്രഗുപ്തനാണ്. അപ്പൊ ഈ രണ്ട് പേരുകളും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ചന്ദ്രഗുപ്തൻ ഒന്നാമനും അതുപോലെ തന്നെ സമുദ്രഗുപ്തനും. സമുദ്രഗുപ്തൻ എന്ന് പറയുന്ന രാജാവ് വളരെയധികം ആക്രമണങ്ങളിലൂടെയെല്ലാം രാജ്യത്തിന്റെ അധികാര പരിധി വർദ്ധിപ്പിച്ച ആളാണ്. വളരെ കലാകാരനും സംഗീതജ്ഞനും ഒക്കെ ആയിരുന്നു സമുദ്രഗുപ്തൻ എന്ന് പറഞ്ഞ രാജാവ്. പക്ഷെ അദ്ദേഹം ആക്രമണങ്ങളിലൂടെയൊക്കെ തങ്ങളുടെ രാജ്യത്തിന്റെ പദവി അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച ഒരു മഹാനായ വ്യക്തിയാണ്. അതുകൂടാതെ സമുദ്രഗുപ്തൻ ഒരുപാട് രാജാക്കന്മാരെ അധികാരത്തിൽ നിന്ന് തോൽപ്പിക്കുകയും അവരെ കൊണ്ട് തന്റെ പരമാധികാരം അംഗീകരിക്കുകയും അവരിൽ നിന്ന് കപ്പം ഈടാക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അവിടെയൊക്കെ അദ്ദേഹം യുദ്ധം ചെയ്ത് തോൽപ്പിച്ച സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നേരിട്ടുള്ള അധികാര പരിധിയിലായിരുന്നില്ല അവയൊന്നും. ആ രാജാക്കന്മാരെ തന്നെ ചുമതല ഏൽപ്പിച്ച ശേഷം അവിടെ നിന്നൊരു നികുതി കണ്ടെത്തി അല്ലെങ്കിൽ നികുതി പിരിക്കുകയായിരുന്നു സമുദ്രഗുപ്തന്റെ പ്രധാന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പൊ സമുദ്രഗുപ്തനെയും ചന്ദ്രഗുപ്തനെയും ഓർത്തിരിക്കാനായിട്ട് നമുക്ക് രാത്രി കടൽ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ മുകളിൽ ചന്ദ്രനും താഴെ സമുദ്രവുമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കാനും വളരെ ഈസി ആയിരിക്കും. അപ്പൊ മുകളിൽ രാത്രി കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ മുകളിൽ ചന്ദ്രൻ, താഴെ സമുദ്രം. അപ്പം ആദ്യത്തെ രാജാവ് ഗുപ്ത രാജാവ് എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തൻ, രണ്ടാമത്തെ എന്ന് പറയുന്നത് സമുദ്രഗുപ്തൻ. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ഇത് സ്ഥാപിച്ചതെന്ന് പറയുന്നത് ശ്രീഗുപ്തനാണ്. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട രാജാവാണ് ചന്ദ്രഗുപ്തൻ ഒന്നാം എന്ന് പറയുന്നത്. സമുദ്രഗുപ്തൻ പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. ഈ പ്രസ്താവന വിശകലനം ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് സമുദ്രഗുപ്തനെ പൗരാണിക ഇന്ത്യയിലെ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത്? അപ്പൊ അതിനുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത് വളരെ ആക്രമണകാരിയായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അല്ലെങ്കിൽ ആക്രമണങ്ങളിലൂടെയെല്ലാം ഒരുപാട് രാജ്യങ്ങളിലെ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി തന്റെ അധികാര ശൃംഖല അല്ലെങ്കിൽ അധികാര പരിധി വർദ്ധിപ്പിച്ച ഒരു രാജാവാണ് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ കാണുമ്പോൾ അദ്ദേഹം നെപ്പോളിയന് തുല്യമായിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നെപ്പോളിയൻ എന്ന് പറയുന്നതും തന്റെ അധികാര ശ്രേണി വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ അധികാര പരിധി വർദ്ധിപ്പിച്ച ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയ ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ പൗരാണിക ഇന്ത്യയിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഗുപ്ത അധികാരം വികസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സമുദ്രഗുപ്തൻ ഒരാക്രമണ പരമ്പര തന്നെ സംഘടിപ്പിച്ചു. വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലുമായി 9 രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ അദ്ദേഹം ഡഖാനിലെയും ദക്ഷിണ ഇന്ത്യയിലെയും 12 രാജാക്കന്മാരെ തോൽപ്പിച്ചു. പിടിച്ചടക്കിയ രാജ്യങ്ങളെല്ലാം ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് പകരം അവിടുത്തെ രാജാക്കന്മാരെ കൊണ്ട് തന്റെ പരമാധികാരം അംഗീകരിപ്പിച്ച് അവരിൽ നിന്ന് കപ്പ വാങ്ങുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം സമുദ്രഗുപ്തൻ ഒരുപാട് രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയെങ്കിലും അത് തന്റെ ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തിരുന്നില്ല. ആ രാജ്യങ്ങളൊന്നും തന്റെ ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തിരുന്നില്ല. അവിടെയൊക്കെ നേരിട്ടുള്ള ഭരണമല്ലായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അപ്പം പിടിച്ചടക്കിയ രാജ്യങ്ങളിൽ രാജാക്കന്മാരെ തന്നെ അവരുടെ രാജ്യം ഏൽപ്പിച്ച് അതിൽ നിന്ന് തന്റെ പരമാധികാരം അംഗീകരിച്ച് അവരൊരു നികുതി സമുദ്രഗുപ്തന് നൽകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ നമുക്ക് യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തില് ഈ
രാജ്യങ്ങൾ, പിടിച്ചടക്കിയ രാജ്യങ്ങൾ തന്റെ അധീനതയിൽ ആക്കുകയാണെങ്കിൽ അതിന്റെ അധികാര പരിധി വിട്ടുപോകുമെന്നും അതിൽ നമുക്ക് നേരിട്ടുള്ളൊരു ഭരണം നടത്താൻ ഇല്ലായിരിക്കുമെന്നും സമുദ്രഗുപ്തന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ രാജാക്കന്മാരെ തന്നെ അധികാരമേൽപ്പിച്ച് ഒരു നികുതി പോലെ പണം സ്വീകരിച്ചിരുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വിദൂര സ്ഥലമായ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ യാത്രാ സൗകര്യവും വാർത്താവിനിമയ സൗകര്യവും അത്രയൊന്നും ഇല്ലാത്ത കാലത്ത് നേരിട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പൽ വരെയും വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. അതും ഒരു നോട്ട് ചെയ്ത് വെക്കാം. സമുദ്രഗുപ്തന്റെ സാമ്രാജ്യം എവിടം തൊട്ട് എവിടം വരെയായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചന്ദ്രഗുപ്തന്റെ സാമ്രാജ്യ മേഖലകളും നമ്മൾ പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ കൊണ്ടുവന്ന ആളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൗരാണിക ഇന്ത്യയിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഒരുപാട് രാജ്യങ്ങൾ ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. വളരെ കാലം നീണ്ടുനിന്ന യുദ്ധങ്ങളുടെ പിടിച്ചടക്കലുകൾക്കും ശേഷം സമുദ്രഗുപ്തൻ ഒരു അശ്വമേധ യാഗം നടത്തി. സമുദ്രഗുപ്തൻ അക്രമോത്സുകിയായ ഒരു രാജാവും ധീരനായ ഒരു യോദ്ധാവും മാത്രമായിരുന്നില്ല, പ്രതിഭാധനായ രാജതന്ത്രജ്ഞൻ, നയതന്ത്രജ്ഞൻ, പണ്ഡിതൻ, കലാകാരൻ, സംഗീതജ്ഞൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, കഴിഞ്ഞ കുറച്ചു നേരം മുമ്പ് നമ്മൾ പറഞ്ഞു, സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത് ആക്രമണങ്ങൾ നടത്തി രാജ്യത്തിന്റെ വിസ്തൃതി വ്യാപിച്ച ആൾ മാത്രമല്ല, അദ്ദേഹം ഒരു കലാകാരനും കൂടിയായിരുന്നു, അല്ലെങ്കിൽ സംഗീതജ്ഞനായിരുന്നു. കലാകായിക മേഖലകളിലൊക്കെ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുമുണ്ട്. കുശാനന്മാരുമായുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം അവരുമായി സൗഹൃദ ബന്ധം നിലനിർത്തി. സമുദ്രഗുപ്തൻ മതസഹിഷ്ണുതയുള്ള ഒരു രാജാവായിരുന്നു. അതും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം പല രാജാക്കന്മാരും മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരിൽ പലരും ബ്രാഹ്മണ മതം സ്വീകരിച്ചവരായിരുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരെയും അതുപോലെ തന്നെ ബ്രാഹ്മണ ജാതിയും ഒക്കെ ഒരുപാട് പിന്തുണച്ച ആൾക്കാരായിരുന്നു. പക്ഷേ സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത് ഒരു മതസഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബോധ്ഗയയിൽ ഒരു ബുദ്ധ സന്യാശ്രമം പണിയിപ്പിക്കാൻ അദ്ദേഹം ശ്രീലങ്കൻ രാജാവിന് അനുമതി നൽകി. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തെ പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നു. അപ്പം അത് ഒരു ചോദ്യമായിട്ട് വന്നു കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് വളരെ പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. പൗരാണിക ഇന്ത്യയിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയണമെങ്കിൽ നെപ്പോളിയൻ ആരായിരുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി. കാരണം നെപ്പോളിയൻ എന്ന് പറയുന്നത് തന്റെ അധികാരം പരിധി വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയ ആളാണ്. അപ്പൊ നെപ്പോളിയനോട് അനുഭവിക്കുന്ന കാരണം സമുദ്രഗുപ്തനും തന്റെ അധികാര പരിധി വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നും നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ ജാതികളുടെ പെരുപ്പത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാന്നാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് കേട്ടോ. അത് ജസ്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിന്റെ മുകളിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കാം. കാരണം ആ കാലഘട്ടത്തിൽ, അതായത് നമുക്കറിയാം വേദ കാലഘട്ടത്തിലാണ് ഈ വർണ്ണ വ്യവസ്ഥയൊക്കെ ഉണ്ടായത്. അതായത് ബ്രാഹ്മണന്മാര്, അതിനുശേഷം ക്ഷത്രിയര്, അതിനുശേഷം വൈശ്യര്, അതിനുശേഷം ശൂദ്രര്. അപ്പൊ ഇങ്ങനെയുള്ള വർണ്ണവ്യവസ്ഥ വേദ കാലഘട്ടത്തില് അവസാനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ഉപജാതികളൊക്കെ ഉടലെടുക്കുകയുണ്ടായി. അപ്പൊ ഈ ഉപജാതികളൊക്കെ ഒരുപാട് ഉടലെടുത്തത്, അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടായ കാലഘട്ടം എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടമാണ്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഗുപ്ത കാലഘട്ടത്തിലാണ് ഒരുപാട് ഉപജാതികൾ, ഓരോ ജാതിയിൽ നിന്നും ഒരുപാട് ഉപജാതികൾ ഉണ്ടായത് ആ ഗുപ്ത കാലഘട്ടത്തിലാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാര് അവരുടെ ശ്രേഷ്ഠതാ പദവി, ബ്രാഹ്മണന്മാർക്ക് ഉന്നതമായ ഒരു പദവി ഉണ്ടെന്നും അവര് സമൂഹത്തില് അതുപോലെ സമുദായത്തിലൊക്കെ വലിയൊരു സ്ഥാനം അവർ വഹിച്ചിരുന്നെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വേദ കാലഘട്ടത്തിലൊക്കെ ബ്രാഹ്മണന്മാരാണ് ഒരുപാട് സമൂഹത്തിൽ ഉയർന്ന പദവി ഉണ്ടായിരുന്നെന്നും അവര് വേദങ്ങളും അതുപോലെ തന്നെ മന്ത്രങ്ങളും ദൈവത്തെ സ്തുതിക്കാനൊക്കെ ഒരുപാട് മുൻകൈ എടുത്തതും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അധികാരം അവർക്ക് മാത്രമേ നൽകപ്പെട്ടിരുന്നുള്ളൂ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതിനുശേഷം ഒരുപാട് വാണിജ്യ വ്യാപാര മേഖലകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഈ വൈശ്യരുടെ ഒക്കെ ഇടയിൽ ഒരുപാട് പണമൊക്കെ വന്നു ചേർന്നു. അപ്പൊ ഇങ്ങനെ പണമൊക്കെ വന്നു ചേർന്ന വൈശ്യർക്ക് സമൂഹത്തിൽ വലിയ ഒരു ഉയർന്ന സ്ഥാനമൊക്കെ അവരും ആഗ്രഹിച്ചു. കാരണം പണമുണ്ട്, അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു. അപ്പൊ വൈശ്യർക്കും അവരുടെ പണത്തിനും അവരുടെ അന്തസ്സിനും ഒക്കെ ചേർന്ന സാമൂഹിക പദവി അവർക്ക് ലഭിച്ചില്ല.
കാരണം ബ്രാഹ്മണരായിരുന്നു അവരുടെ സമൂഹത്തിൽ അപ്പോഴും ഉയർന്ന സ്ഥാനത്ത് നിന്നിരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഒരുപാട് ഉപജാതികളൊക്കെ ആ സമൂഹത്തിൽ ഉടലെടുക്കാൻ കാരണം. അങ്ങനെയാണ് പല ഉപജാതികളൊക്കെ ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ നോക്കാം. ജാതികളുടെ പെരുകലാണ് ഗുപ്ത സമൂഹത്തിന് ഒരു പ്രത്യേക സവിശേഷത. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. മൗര്യന്മാർക്ക് ശേഷം ഉത്തരേന്ത്യ നിരവധി വിദേശ ഗോത്രവർഗ ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചു. ബാക്ട്രിയൻസ്, പാർത്ഥന്മാർ, ശാഖന്മാർ, കുശാനന്മാർ ഇവരെല്ലാം ഇതിൽപ്പെടും. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഇവർ സ്ഥിരമായി താവളം ഉറപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന വർണ്ണഘടനയ്ക്ക് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല. ആയുധപരമായ ശക്തരായതുകൊണ്ട് അവരെ അവഗണിക്കാനും കഴിവില്ലായിരുന്നു. അപ്പൊ ഒരുപാട് ഗോത്രവർഗങ്ങളുടെ ഒക്കെ ആക്രമണങ്ങൾ ഈ ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായി. അപ്പൊ ഇവരൊക്കെ ഒരുപാട് ഗോത്രവർഗങ്ങളും അല്ലെങ്കിൽ ഒരുപാട് മറ്റു ജാതികളൊക്കെ നമ്മുടെ സ്ഥലങ്ങളിൽ താവളം ഉറപ്പിച്ചു. അപ്പൊ ഇവരെയൊക്കെ അംഗീകരിക്കാനായിട്ട് ഈ സ്വാഭാവികമായിട്ടും ഉയർന്ന ജാതിക്കാർക്ക് സാധിച്ചില്ല. അപ്പൊ അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന കുറെ കാര്യങ്ങൾ ഈ ഉപജാതികളുടെ ആവിർഭാവത്തിനൊക്കെ കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ തന്ത്രപ്രധാനവും സമ്പന്നവുമായ പല മേഖലകളും നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു. യുദ്ധത്തിന് തിരക്കിലായിരുന്നുവെങ്കിലും അവർ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു. കൊസാംബി, ഉജ്ജയിൻ വഴിയുള്ള പാടലിപുത്ര ബറാക് പാത, മധുര, സിന്ധു തടം വഴിയുള്ള പാടലിപുത്ര ഗ്രീസ് പാത എന്നിവ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള വൻ വ്യാപാരത്തിന് വഴിയൊരുക്കി. ഞാൻ പറഞ്ഞു അല്ലെ, വൈശ്യര് ഒരുപാട് പണം സമ്പാദിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് ഗോത്രവർഗങ്ങളുടെ ആക്രമണങ്ങളിലൊക്കെ ഉൾക്കൊണ്ട് അവര് പല ഗോത്രവർഗക്കാരും അല്ലെങ്കിൽ കൂടുതൽ ഗുപ്തന്മാരൊക്കെ വ്യാപാരത്തെ വാണിജ്യത്തെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അങ്ങനെ രണ്ട് പാതകൾ, ഇപ്പം പാടലിപുത്ര ഗ്രീസ് പാത എന്നൊക്കെ പറയുന്നത് വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്ന രണ്ട് പാതകളൊക്കെ ആയിരുന്നു. അപ്പൊ ആ പാതകളിലൂടെ അവര് വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട വൈശ്യര് ഒരുപാട് പണം സമ്പാദിക്കാൻ തുടങ്ങി. അപ്പൊ അവര് സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സാമൂഹികമായ പദവി നന്നായിട്ട് ഉണ്ടാവാനായിട്ട് ആഗ്രഹിച്ചു. അതിൽ നിന്ന് ഒരുപാട് ഉപജാതികൾ ഉണ്ടാവാനായിട്ട് ഇടയായി. വ്യാപാരത്തിലൂടെ അതിയായ സമ്പത്ത് ആർജിച്ച വൈശ്യർക്ക് അതനുസരിച്ചുള്ള അംഗീകാരമോ സാമൂഹിക പദവിയോ ലഭിച്ചിരുന്നില്ല. അതിലവർ അതൃപ്തരായിരുന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലിന്റെ സവിശേഷവൽക്കരണം ഗ്രാമങ്ങളിൽ ഉപജാതികളുടെ പെരുകലിനിടയാക്കി. ജനങ്ങൾ അവരുടെ സവിശേഷമായ തൊഴിലുകൾ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ സൂക്ഷ്മതലത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മന്ദീഭവിച്ചു. ഈ രണ്ട് പോയിന്റുകളും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. വൈശ്യർക്ക് വ്യാപാരത്തിലൂടെ അതിയായ സമ്പത്ത് ആർജിച്ച വൈശ്യർക്ക് അതിനനുസരിച്ചുള്ള അംഗീകാരമോ സാമൂഹ്യ പദവിയോ ലഭിച്ചിരുന്നില്ല. അതിലവർ അതൃപ്തരായിരുന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലിന്റെ സവിശേഷവൽക്കരണം ഗ്രാമങ്ങൾ ഉപജാതികളുടെ പെരുകലിനിടയാക്കി. ജനങ്ങൾ അവരുടെ സവിശേഷമായ തൊഴിലുകളിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ സൂക്ഷ്മതലത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മന്ദീഭവിച്ചു. അപ്പൊ ഓരോ ഉപജാതികളിലും ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള തൊഴിലുകൾക്ക് മുൻതൂക്കം നൽകുന്നവരായിരുന്നു. നമ്മൾ പറഞ്ഞു ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഈ 4 വർണ്ണ വ്യവസ്ഥയിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായ തൊഴിലുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത് വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുന്നവരും വൈദിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നവരുമായിരുന്നു. ക്ഷത്രിയരെന്ന് പറയുന്നത് അവരുടെ അധികാരം അല്ലെങ്കിൽ അധികാര ശ്രേണിയിൽ ഉള്ളവരും അതുപോലെ തന്നെ ജനങ്ങളെ പരിപാലിക്കുന്നവരൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ അധികാര ശ്രേണിയിൽ ഇരുന്ന് നിയമങ്ങൾ നടപ്പിലാക്കുന്നവരൊക്കെ ആയിരുന്നു. വൈശ്യർ എന്ന് പറയുന്നത് വ്യാപാരത്തിലും അതുപോലെ തന്നെ കൃഷിയിലും ഒക്കെ ഉൾപ്പെട്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്നവരായിരുന്നു. ശൂദ്രർ എന്ന് പറയുന്നത് ഈ മറ്റ് മേൽജാതികളായ 3 ജാതിക്കാരെയും ശുശ്രൂഷിക്കാനും അവരുടെ മറ്റു കൈവേലകൾ അതുപോലെ തന്നെ അടിമ ജോലികളൊക്കെ ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ടവരായിരുന്നു ശൂദ്രർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 വർണ്ണവ്യവസ്ഥകളിൽ നിന്നും വിഭിന്നമായിട്ട് ഓരോ ജാതികളിലും ഉപജാതികൾ ഉടലെടുക്കുകയും ആ ഓരോ ഉപജാതികൾക്കിടയിലും ഓരോരോ പ്രത്യേക തൊഴിൽ വിഭജനം അല്ലെങ്കിൽ ഓരോ പ്രത്യേക തൊഴിൽ ചെയ്യുന്നവരായിട്ട് അവര് രൂപാന്തരപ്പെടുകയും ചെയ്തു. അപ്പൊ ഇന്ന ആൾക്കാർ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിലൊക്കെ ഈ മുടി വെട്ടുന്ന ആളുകൾക്കൊരു പ്രത്യേകിച്ച് ഒരു ഉപജാതിയായിട്ട് അവരെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അങ്ങനെയുള്ള പല ഉപജാതികളുണ്ട് നമ്മുടെ ഇടയിൽ. ഇപ്പൊ കൊല്ലന്മാര്, അവർക്കൊരു ഉപജാതിയുണ്ട്. അങ്ങനെയുള്ള ഉപജാതികളൊക്കെ ഒരുപാട് ഉടലെടുത്തത് ഈ ഗുപ്ത സാമ്രാജ്യത്തിലാണ്. മാത്രമല്ല ഉപജാതിയെ പറ്റിയുള്ള അവബോധം ജാതി കോടതികളും ജാതി പഞ്ചായത്തുകളുടെ ആവിർഭാവത്തിനിടയാക്കി. അപ്പൊ ഈ ജാതി കോടതികളും അതുപോലെ തന്നെ ജാതി പഞ്ചായത്തുകളും ഒക്കെ ഉടലെടുത്തത് ഈ ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വാണിജ്യ സമൂഹത്തിലെ അഭിവൃദ്ധിയും യുദ്ധസംഘങ്ങളുടെ സാന്നിധ്യം ഉപജാതികളുടെ ആവിർഭാവത്തിനും സാമൂഹിക സംഘർഷം സൃഷ്ടിച്ചു. ബ്രാഹ്മണരുടെ മുന്നിൽ 2 വഴികൾ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ ഈ ഉയർന്നു വരുന്ന വാണിജ്യ സമുദായത്തോടും കൈവേലക്കാരുടെ വർഗത്തോടൊപ്പം തങ്ങളുടെ ശ്രേഷ്ഠത പങ്കുവെക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ മഹത്വം
നിലനിർത്തിക്കൊണ്ട് അവരിൽ നിന്ന് മാറി നിൽക്കുക. പ്രായോഗികമായ ആവശ്യം പരിഗണിച്ച് ബ്രാഹ്മണന്മാർ രണ്ടാമത്തെ വഴി തെരഞ്ഞെടുത്തു. അപ്പൊ ഈ ഉപജാതികളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരുടെ മനോഭാവം അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ അവരുടെ മനോഭാവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വൈശ്യരും ഒക്കെ പണക്കാരായ വൈശ്യര് ഒരുപാട് സാമൂഹിക സ്ഥാനമൊക്കെ ആഗ്രഹിച്ചിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളും അങ്ങനെയുള്ള ഒരു സാമൂഹിക പദവിയൊക്കെ അവർ ആഗ്രഹിച്ചപ്പോൾ ബ്രാഹ്മണർക്ക് വേണമെങ്കിൽ അവരുടെ ശ്രേഷ്ഠതാ പദവിയൊക്കെ മറ്റ് ജാതിക്കാർക്കും കൂടെ വിഭജിച്ച് നൽകിയിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഉപജാതികളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. പക്ഷേ ബ്രാഹ്മണർ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ശ്രേഷ്ഠതാ പദവി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാതെ അവർ ഇവരിൽ നിന്നെല്ലാം മാറി നിന്നു. അപ്പൊ അവരവരുടെ ഒരു ഗ്രൂപ്പായിട്ട് അവരവിടെ നിന്ന് അവരുടെ ആ സമൂഹത്തിൽ നിന്ന് മാറി നിന്നു. അത് അവരുടെ ശ്രേഷ്ഠതാ പദവിയൊന്നും അവര് വിഭജിക്കാനോ അല്ലെങ്കിൽ പങ്കുവെക്കാനോ അവരും തയ്യാറായില്ല. അങ്ങനെയാണ് കൂടുതൽ സമ്പത്തുള്ള ആളുകൾ ഒരു പുതിയ പുതിയ ഉപജാതികളായിട്ട് തിരിയാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഉപജാതികൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് ഇവിടെ ചോദിക്കാം. ഒന്നെന്ന് പറയുന്നത് വ്യാപാരവും വാണിജ്യവും അഭിവൃദ്ധിപ്പെട്ടപ്പോൾ വൈശ്യർക്ക് ഒരുപാട് പണം കയ്യിൽ വന്നു. അപ്പോൾ അവര് സമൂഹത്തിൽ വലിയൊരു ഉയർന്ന സ്ഥാനം ആഗ്രഹിച്ചു. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഉപജാതികൾ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർ അവരുടെ ശ്രേഷ്ഠത പദവി അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായ ഉയർന്ന സ്ഥാനം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചില്ല. അവർ ഇവരിൽ നിന്നെല്ലാം മാറി നിന്നു. അതും ഒരു ഉപജാതികളുടെ ആവിർഭാവത്തിന് കാരണമാണ്. ഈ 2 കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാം. അടുത്തെന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയാണ്. അപ്പം സ്ത്രീകളുടെ അവസ്ഥ ഗുപ്ത കാലഘട്ടത്തിൽ വളരെ മോശമായിരുന്നു. കാരണം അവിടെ ശൈശവ വിവാഹവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് സ്വത്തിന് അവകാശമില്ലായിരുന്നു. അതുകൊണ്ട് അവര് പുരുഷന്മാരുടെ അടിമകളായിട്ട് നിലനിൽക്കേണ്ടി വന്നു. പക്ഷേ നമ്മുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ജോലി ചെയ്ത് അല്ലെങ്കിൽ പണിയെടുത്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഉന്നത കുലജാതരായ അല്ലെങ്കിൽ ഉന്നത കുലത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു. ജോലി ചെയ്ത് കുടുംബം പോറ്റാനോ അല്ലെങ്കിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കാനോ അവർക്കുള്ള ഒരു ഓപ്ഷൻ അവർക്കില്ലായിരുന്നു. അവര് ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഗുപ്ത കാലഘട്ടത്തില് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു യോഗ്യത ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ശൈശവ വിവാഹം നിലനിന്നിരുന്നു. അപ്പൊ ശൈശവ വിവാഹത്തിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ വിവാഹിതരായി പോകുമ്പോൾ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഓപ്ഷൻസ് ഒക്കെ അവർക്ക് ഇല്ലാതായി. അതുകൂടാതെ നമ്മുടെ സ്ത്രീകൾക്ക് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തിരിയുവാനുള്ള ഒരു അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ സതി എന്ന ദുരാചാരം, സതി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സതി എന്ന് പറയുന്നത് ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവിന്റെ ചിതയിലേക്ക് ചാടി ആത്മത്യാഗം അല്ലെങ്കിൽ സ്വയം മരിക്കാനായിട്ട് സ്ത്രീകള് തയ്യാറാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരാചാരമാണ് സതി എന്ന് പറയുന്നത്. സതിയിലൂടെ ഒരുപാട് പുരുഷന്മാരുടെ മരണത്തോടു കൂടി അവരുടെ ഭാര്യമാരും മരണമടയേണ്ടി വന്നു. അല്ലെങ്കിൽ സ്വയം സതി എന്ന ആചാരത്തിന് കീഴ്വഴങ്ങാത്ത ആളുകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ക്രൂരമായിട്ട് ഭർത്താവിന്റെ ചിതയിലേക്ക് പിടിച്ചു തള്ളി അവരെ കൊല്ലുന്ന ഒരു കീഴ്വഴക്കവും കൂടെ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. സതി എന്ന് പറയുന്ന ദുരാചാരം സമര കാലഘട്ടത്തിലാണ്, ഏകദേശം കുറച്ചു വർഷങ്ങളെ ആയുള്ളൂ ഈ സതി എന്ന് പറയുന്ന ദുരാചാരം നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള ദുരാചാരങ്ങൾ നിലനിന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരാചാരങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ഗുപ്ത കാലഘട്ടത്തിലായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ കലയുടെയും അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിലൊക്കെ ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു. ഒരുപാട് കലയെയും സാഹിത്യത്തെയും ഒക്കെ ഒരുപാട് പരിപോഷിപ്പിച്ച ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു കാലഘട്ടമായിരുന്നു ഗുപ്ത കാലഘട്ടം. പക്ഷെ സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കാം. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. ഗുപ്തസിന്റെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. Issues and changes in the social structure of society during the Gupta period, with a special reference the position of Brahman as proliferation of caste and the position of women.
അപ്പം വുമൻസിന്റെയും അതുപോലെ തന്നെ ഉപജാതികളുടെയും ഒക്കെ അവസ്ഥകള് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ മോശം അല്ലെങ്കിൽ അതിന്റെ ക്രിറ്റിസിസം അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഗുപ്ത കാലഘട്ടത്തെ സ്ത്രീകളുടെ അവസ്ഥയും അതുപോലെ തന്നെ ഉപജാതികളുടെ പെരുകളിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടൊരു അറിവുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പേജ് നമ്പർ 310 ക്വസ്റ്റ്യൻ നമ്പർ 12 ആയിട്ട് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റിന് ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഗുപ്ത കാലഘട്ടത്തിലും സ്ത്രീകളുടെ അവസ്ഥ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഉയർന്ന വർണ്ണങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കും സമുദായത്തിൽ താഴ്ന്ന പദവി അനുവദിച്ചിരുന്നുള്ളൂ. പല ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലും സ്ത്രീകളെ ശുദ്രഗണത്തിൽപ്പെടുത്തിയിരുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചതിനാൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. വേദവിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് നിഷേധിച്ചിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. വേദവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പുരുഷന്മാരൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവര് ഉപനയനത്തിലൂടെയൊക്കെ വേദ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കും. പക്ഷെ സ്ത്രീകൾക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. വേദ പഠനമൊന്നും അവർക്ക് അനുവദിച്ചിരുന്നില്ല. അതുകൂടാതെ അവർക്ക് ഉന്നത പഠനത്തിനുള്ള അവസരവും ലഭിച്ചിരുന്നില്ല. കാരണം ശൈശവവിവാഹമാണ്. അപ്പൊ അത് രണ്ടൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. പൊതുജീവിതത്തിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സമ്പന്നരും പ്രമാണി കുടുംബത്തിൽ നിന്നുള്ളവരുമായ സ്ത്രീകൾക്ക് ഈ നിയന്ത്രണം ബാധകമായിരുന്നില്ല. സതി എന്ന അനുഷ്ഠാനം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഗുപ്ത കാലഘട്ടത്തിലാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാം ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറും. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. സതി എന്ന അനുഷ്ഠാനം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഗുപ്ത കാലഘട്ടത്തിലാണ്. അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് അത് എന്താണ് ഗുപ്ത കാലഘട്ടത്തിലാണ് സതി എന്ന ദുരാചാരം ഉണ്ടായത് എന്ന് പറയാനുള്ള കാരണം ചരിത്രകാരന്മാർ പറയുന്നത് ഇതാണ്. ഭാനുഗുപ്തന്റെ സേനാനായകനായിരുന്ന ഗോപരാജിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് AD 510 സതി അനുഷ്ഠിച്ചതായി വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സതി എന്ന ദുരാചാരം ഗുപ്ത കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടിരുന്നതിനാൽ അവർ പുരുഷന്മാരുടെ അടിമകളായി കഴിയേണ്ടി വന്നു. എന്നാൽ കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പണിയെടുത്ത് ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന എന്താണ്, ഗുപ്ത കാലഘട്ടത്തില് നമുക്ക് സ്ത്രീകൾക്ക് വളരെയധികം താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ സ്ത്രീകള് പുരുഷന്മാരുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു ഗുപ്ത കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഗുപ്ത കാലഘട്ടത്തെ കുറിച്ച് ഒരു മൊത്തത്തിൽ ഒരു ഓവർവ്യൂ ഒക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അവസ്ഥയും അതുപോലെ തന്നെ ഉപജാതികളുടെ പെരുകലും ഒക്കെ നമ്മൾ വളരെ പ്രധാനമായിട്ട് അതിൽ ഉൾക്കൊള്ളിക്കണം. കാരണം ഇത് രണ്ടും ഗുപ്ത കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സതിയുടെ ഒക്കെ ഉത്ഭവം ഗുപ്ത കാലഘട്ടത്തിലാണെന്നും പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. അടുത്തതെന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടം കലയുടെയും സാഹിത്യത്തിന്റെയും സുവർണ കാലഘട്ടമായി പരിഗണിക്കപ്പെടാൻ കാരണം എന്ത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യന് why is the Gupta age considered the golden age of the art and literature? എന്ന് ഞാൻ പറഞ്ഞു, ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത് സാഹിത്യത്തിന്റെയും അതുപോലെ തന്നെ കലയുടെയും ഒക്കെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന്. കാരണം സമുദ്രഗുപ്തൻ പോലെയുള്ള അതുപോലെ തന്നെ ചന്ദ്രഗുപ്തനും വിക്രമാദിത്യൻ രാജാവും ഒക്കെ ഗുപ്ത രാജവംശത്തിലെ പ്രധാന രാജാക്കന്മാരായിരുന്നു. ഇവരൊക്കെ കലയെയും സാഹിത്യത്തെയും ഒക്കെ ഒരുപാട് പരിപോഷിപ്പിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത വ്യക്തികളാണ്. അതുപോലെ തന്നെ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്ന് പറയുന്ന വിക്രമാദിത്യ രാജാവ് അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്നതാണ് നവരത്നങ്ങൾ എന്ന് പറയുന്ന 9 പ്രഗത്ഭരായ സാഹിത്യകാരന്മാര് ഈ നമ്മുടെ ഗുപ്ത രാജാവായ വിക്രമാദിത്യന്റെ സദസ്സിൽ ഉണ്ടായിരുന്നവരാണ്. ഈ കാരണങ്ങളെല്ലാമാണ് ഗുപ്ത കാലഘട്ടത്തെ കലയുടെയും സാഹിത്യത്തിന്റെയും ഒരു സുവർണ കാലഘട്ടമായിട്ട് നമ്മൾ കണ്ടത്. അതിന് ആൻസർ ആയിട്ട് വരുന്നത് ഗുപ്തന്മാരുടെ കീഴിൽ സാംസ്കാരിക രംഗം മികവിന്റെ പാരമ്യത്തിലെത്തി. ഗുപ്ത കാലഘട്ടം സർവരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്ന വിധത്തിലുള്ള കലാപ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ശില്പകല, ചിത്രരചന, വാസ്തുശില്പം എന്നിവ ഗുപ്തന്മാരുടെ കീഴിൽ അഭിനവമായ ഒരു നിലവാരത്തിലെത്തി. തനിമ, ലാളിത്യം എന്നിവയായിരുന്നു ഗുപ്തകലയുടെ മുഖമുദ്ര. അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. തനിമ, ലാളിത്യം അത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഒരു മുഖമുദ്രയായിരുന്നു. നന്മയുടെ പാതയാണ് പിന്തുടർന്നിരുന്നത്. ബുദ്ധ കാലഘട്ടത്തിലെ പ്രതിമാ നിർമ്മാതാക്കൾ അവരുടെ പ്രവർത്തനത്തിൽ വളരെ പുരോഗതി പ്രാപിച്ചവരായി. കൂടാതെ ഗാന്ധാര കല ഗുപ്ത കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായി. അപ്പൊ അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. ഗാന്ധാര കല എന്ന് പറയുന്നത് മൗര്യ കാലഘട്ടത്തിൽ ഉടലെടുത്താണ്. അപ്പൊ ആ ഗാന്ധാര കല എന്ന് പറയുന്ന കല ഏകദേശം ഗുപ്ത കാലഘട്ടത്തില് ഇല്ലാതെയായി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഗുപ്തന്മാരെന്ന് പറയുന്നത് വിഷ്ണുവിനെയും ശിവനെയൊക്കെ ആരാധിച്ചിരുന്നവരാണ്. അതുപോലെ തന്നെ അവരെ ബ്രാഹ്മണ
മത അനുയായികളായിരുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തെ ഒരുപാട് ആരാധിച്ചിരുന്നവരാണ്. അപ്പൊ അവര് വിഷ്ണുവിന്റെയും അതുപോലെ തന്നെ ശിവന്റെയും ഒക്കെ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചവരുമാണ്. ഗുപ്തന്മാർ ബ്രാഹ്മണ മത അനുയായികളായിരുന്നതിനാൽ വിഷ്ണു, ശിവൻ തുടങ്ങിയ രൂപങ്ങൾ അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നു. ദീപ്തമായ ആത്മീയ ഭാവവും കുലീനമായ അംഗവിന്യാസവും അന്തസ്സും സൗന്ദര്യവും പ്രദർശിപ്പിക്കുന്നവയാണ് ഗുപ്തകലാ പ്രതിമകൾ. അപ്പം ഗാന്ധാരകല അപ്രതീക്ഷിതമായി, പക്ഷേ ഗുപ്തകല വളരെയധികം വികാസം പ്രാപിച്ചു. നന്മയിലൂടെയുള്ള കലാരീതികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തനിമ, ലാളിത്യം എന്നിവയെല്ലാം കലയുടെ മുഖമുദ്രകളായിരുന്നു. ഇനി സാഹിത്യം എന്ന് പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ ഗുപ്ത കാലഘട്ടത്തിൽ വളരെ ഉയർന്ന ഒരു നിലയിലെത്തിയ ഒന്നാണ്. അതുപോലെ തന്നെ കാളിദാസനൊക്കെ ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. കാളിദാസന് വളരെ മഹത്തായ ചില രചനകളൊക്കെ നമുക്കറിയാം അല്ലെ, നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ശകുന്തളയെ പറ്റിയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് രചനകളൊക്കെ നമ്മുടെ കാളിദാസൻ നമ്മുടെ മലയാളത്തിന് അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നവരത്നങ്ങളൊക്കെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ രാജസദസ്സുകളിലാണ് ഉടലെടുത്തതും അതുപോലെ തന്നെ അവരൊരുപാട് രചനകളും ഒക്കെ നിർവഹിച്ചതും ഗുപ്ത കാലഘട്ടത്തിലാണ്. സാഹിത്യം പൂത്തുലഞ്ഞ കാലമാണ് ഗുപ്ത കാലഘട്ടം. പ്രാകൃതം, തമിഴ്, ബംഗാളി തുടങ്ങിയ ജനകീയ ഭാഷകൾ ഇക്കാലത്ത് വൻ നേട്ടങ്ങൾ കാഴ്ചവെച്ചു. ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കൊട്ടാരം നവരത്നങ്ങളാൽ അലങ്കൃതമായിരുന്നു. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുക. നവരത്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കഥകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. നവരത്നങ്ങൾ എന്ന് പറയുന്നത് 9 പ്രഗത്ഭരായ സാഹിത്യകാരന്മാരാണ്. ആ സാഹിത്യകാരന്മാര് സദസ് അലങ്കരിച്ചിരുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലായിരുന്നു. നമ്മുടെ ചന്ദ്രഗുപ്തൻ വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭരായ 9 സാഹിത്യകാരന്മാരെയാണ് നവരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണേ. ഇവരിൽ ഏറ്റവും പ്രസിദ്ധൻ കാളിദാസനായിരുന്നു. അഭിജ്ഞാന ശാകുന്തളം, മാളവികാമിത്രം, വിക്രമോർവശീയം എന്നിവ അദ്ദേഹം രചിച്ച രോഗോത്തര നാടകങ്ങളാണ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പം നമ്മുടെ കാളിദാസന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് എഴുതി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സാഹിത്യകാരന്മാരുടെ പ്രധാനപ്പെട്ട രചനകളെ കുറിച്ച് നമ്മൾക്കൊരു അവബോധം ഉണ്ടാവണം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സാഹിത്യകാരന്മാരും അവരുടെ രചനകളും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകണം. ഇത് കൂടാതെ 2 ഇതിഹാസ കാവ്യങ്ങളായ കുമാരസംഭവവും രഘുവംശവും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കാളിദാസൻ രചിച്ചിട്ടുണ്ട്. കാളിദാസന്റെ മറ്റു 2 വിശിഷ്ട കൃതികളാണ് ഋതുസംഹാരവും മേഘദൂതും. ഗുപ്തകാലത്തെ മറ്റൊരു കവിയും നാടകൃത്തുമാണ് വിശാഖദത്തൻ. അദ്ദേഹത്തിന്റെ മുദ്ര രാക്ഷസവും ദേവി ചന്ദ്രഗുപ്തവും പ്രസിദ്ധങ്ങളാണ്. അപ്പൊ വിശാഖദത്തന്റെ 2 കൃതികളാണ് മുദ്ര രാക്ഷസവും ദേവി ചന്ദ്രഗുപ്തയും. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അമരകോശത്തിന്റെ കർത്താവായ അമരസിംഹൻ, കിരാതാർജുനീയത്തിന്റെ കർത്താവായ ഭാരവി തുടങ്ങിയ ബൃഹസ്പതി, കൂടാതെ ബൃഹസ്പതി, നാരദൻ, കാർത്യായനൻ എന്നിവരും ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധരാണ്. ജിയോമെട്രി, ആൽബറ, ജ്യോതിശാസ്ത്രം, ഗണിതം എന്നിവ സംബന്ധിച്ചുള്ള അതിപ്രസിദ്ധമായ ആര്യഭടീയം. അപ്പൊ ആര്യഭടീയം അല്ലെങ്കിൽ ആര്യഭട്ടന്റെ നിയമങ്ങൾ, അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് നമുക്ക് കേട്ടറിവുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ചിന്തകരും ഒക്കെയാണ് ഇവര്. അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ ഗുപ്ത കാലഘട്ടത്തിലെ കലയും സാഹിത്യവും ഒക്കെ വളരെ പ്രശസ്തമാക്കിയതും ഈ നവരത്നങ്ങളും അതുപോലെ തന്നെ ആര്യഭട്ടനും ഒക്കെയാണ്. ആര്യഭട്ടൻ രചിച്ചത് ഗുപ്ത കാലഘട്ടത്താണ്. ബൃഹത് സംഹിത, ബൃഹത് ജാതക, ലഘുജാതക എന്നീ കൃതികൾ വിരാഹ മിഹിരനാണ് രചിച്ചത്. അദ്ദേഹം ഗുപ്ത കാലഘട്ടത്താണ് ജീവിച്ചിരുന്നത്. അപ്പൊ ഗുപ്ത കാലഘട്ടം കലയുടെയും സാഹിത്യത്തിന്റെയും സുവർണ്ണ കാലഘട്ടമാണെന്ന് പറയപ്പെടാൻ കാരണം ഈ ഗുപ്ത രാജാക്കന്മാര് കലയെയും സാഹിത്യത്തെയും ഒരുപാട് പരിപോഷിപ്പിച്ചവരാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കലയെ സാഹിത്യത്തെയും ഒക്കെ ഊർജ്ജസ്വലമാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവര് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ നവരത്നങ്ങളായ ഒരു 9 സാഹിത്യകാരന്മാരെ കുറിച്ചും നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കണം. അതുപോലെ തന്നെ ആര്യഭട്ടൻ എഴുതിയിട്ടുള്ള ചില സംഹിതയെ കുറിച്ചുമൊക്കെ നമ്മൾ എഴുതി വെക്കണം. ഈ ഗുപ്ത കാലഘട്ടത്തിലെ സാഹിത്യത്തെയും കലയെ കുറിച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും.
ഇനി അടുത്തതെന്ന് പറയുന്നത് ഗുപ്തന്മാരുടെ സാമ്പത്തിക സംവിധാനത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നാണ്. അപ്പൊ ഗുപ്ത സാമ്രാജ്യം പ്രധാനമായിട്ട് നിലനിന്നിരുന്നത് നികുതി വ്യവസ്ഥയിലൂടെയാണ്. അപ്പം നമ്മുടെ സൊസൈറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന ചിലവുകളൊക്കെ വഹിക്കുന്നത് നികുതികളിലൂടെയാണ് അല്ലെ. നമ്മളൊക്കെ നികുതി കൊടുക്കുന്നുണ്ട്. ഇപ്പം ജോലി കിട്ടിയാൽ തൊഴിൽ നികുതി, അതുപോലെ തന്നെ കെട്ടിട നികുതി, അതുപോലെ മറ്റ് പല നികുതികളും നമ്മൾ നമ്മുടെ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. ആ നികുതികളിലൂടെയാണ് ഗവൺമെന്റ് പല നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ പല വികസന പ്രവർത്തനങ്ങളോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഗുപ്ത സാമ്രാജ്യവും അതുപോലെ മറ്റ് സാമ്രാജ്യങ്ങളും ഒക്കെ നികുതി പിരിവുകളിൽ നിന്നാണ് അവരുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോയതും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പല കാര്യങ്ങളും കൊണ്ടു നടന്നതും. അപ്പൊ ഈ ഗുപ്ത സാമ്രാജ്യത്തിലെ പല രീതിയിലുള്ള നികുതികൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പിരിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഗുപ്ത കാലഘട്ടത്തിലെ മുഖ്യ തൊഴില് കൃഷിയായിരുന്നു. അപ്പൊ ഭൂപ്രഭുത്വം ശക്തി പ്രാപിച്ചത് ആ കാലഘട്ടത്തിലാണ്. ഇതിന് പ്രധാന കാരണം ഭൂദാനമായിരുന്നു. അപ്പോ ഭൂപ്രഭുത്വം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണന്മാരൊക്കെ ഭൂപ്രഭുക്കളായി മാറിയത് ഈ ഭൂദാനത്തിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും ഈ ക്ഷത്രിയരൊക്കെ അവരുടെ രാജ്യത്തിന്റെ ഓരോ യാഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ബ്രാഹ്മണന്മാർക്ക് ഭൂമിയായിരുന്നു അവരുടെ ദക്ഷിണയായിട്ട് അല്ലെങ്കിൽ ദാനമായിട്ട് നൽകിയിരുന്നത്, പ്രതിഫലമായിട്ട് നൽകിയിരുന്നത്. അങ്ങനെയാണ് ബ്രാഹ്മണന്മാർ ഒരുപാട് ഭൂമിയുടെ അധിപന്മാരായിട്ട് മാറിയത്. അപ്പം ഈ ഭൂദാനത്തിലൂടെയാണ് ബ്രാഹ്മണന്മാര് ഭൂ അധിപതികളായത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഗുപ്ത രാജാക്കന്മാർ ബുദ്ധ ജൈന വ്യവഹാരങ്ങൾക്കും ബ്രാഹ്മണർക്കും ഭൂമിദാനമായി നൽകിയിരുന്നു. അതൊന്ന് ഓർത്ത് വെക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കാർഷിക മേഖല പരിപൂർണമായും ഭൂപ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു. ഗുപ്തന്മാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു. കൃഷിഭൂമിക്ക് പൊതുവെ ക്ഷേത്രം എന്നാണ് പറഞ്ഞിരുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. കൃഷിഭൂമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമി, കൃഷിക്ക് അനുയോജ്യമായ ഭൂമി, തരിശുഭൂമി, വനഭൂമി, അതുപോലെ തന്നെ കൃഷി ചെയ്യാത്ത ഭൂമി എന്നിങ്ങനെ മേച്ചിൽപ്പുറം എന്നിങ്ങനെയൊക്കെ തിരിച്ചിരുന്നു. അപ്പൊ എപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ സ്ഥലങ്ങളെയൊക്കെ കരഭൂമി അല്ലെങ്കിൽ പാടം എന്നൊക്കെ തിരിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ വില്ലേജ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ ഓരോ രീതികൾ മനസ്സിലാക്കും. അപ്പൊ ആ ഗുപ്ത കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂമി, അതുപോലെ തന്നെ തരിശുഭൂമി, മേച്ചിൽപ്പുറങ്ങള്, വാസയോഗ്യമായ സ്ഥലങ്ങള്, അങ്ങനെയുള്ള പല തരംതിരിവുകളും ഒക്കെ ആ കാലഘട്ടത്തിലും ഗുപ്ത കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. ഇനി കൃഷി ചെയ്യാത്ത ഭൂമികൾ അറിയപ്പെടുന്നത് കില, അപ്രഹത എന്നിങ്ങനെയായിരുന്നു. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കണം. കില, അപ്രഹത എന്നിങ്ങനെ ഉള്ള പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷി ചെയ്യാത്ത ഭൂമിയാണ്. അതുപോലെ ആ കാലഘട്ടത്തിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ജസ്റ്റ് ഓർത്ത് വെക്കുക. ബാർലി, ഗോതമ്പ്, നെല്ല്, പയറുവർഗ്ഗങ്ങള്, പച്ചക്കറി, പരുത്തി, കരിമ്പ് എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ഗുപ്ത രാജവംശത്തില് അല്ലെങ്കിൽ ഗുപ്ത കാലഘട്ടത്തില് പ്രധാന വിളകൾ എന്ന് പറയുന്നത് ബാർലി, അതുപോലെ തന്നെ നെല്ല്, പയറുവർഗ്ഗങ്ങള്, പച്ചക്കറി, പരുത്തി, കരിമ്പ് എന്നിവയൊക്കെയായിരുന്നു. ഭൂദാനത്തിലൂടെയാണ് ബ്രാഹ്മണന്മാര് ഭൂഅധിപതികളായത്. അതുപോലെ തന്നെ ഭൂദാനം നൽകിയിരുന്നത് നമ്മുടെ രാജാക്കന്മാരായിരുന്നു. അവര് നമ്മുടെ ബുദ്ധ ജൈന വിഹാരങ്ങൾക്കും അതുപോലെ ബ്രാഹ്മണന്മാർക്കും ഒക്കെ ഭൂമി കൈമാറ്റം ചെയ്തിരുന്നു. പിന്നെ ഗുപ്ത കാലഘട്ടത്തിലെ വരുമാന മാർഗങ്ങൾ ഏതെല്ലാമായിരുന്നു? അപ്പൊ ഗുപ്ത കാലഘട്ടത്തിലെ വരുമാന മാർഗം നികുതിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെ നികുതിയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കൃഷിയിലൂടെ ഉണ്ടാകുന്ന ഭൂനികുതിയാണ് ഗുപ്ത സാമ്രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഭൂനികുതി തന്നെയായിരുന്നു പ്രധാന വരുമാന മാർഗം. ഉദ്രംഗ് ഉൽപാദനത്തിന് 1/6 ഭാഗമായിരുന്നു. അപ്പം ഈ ഉദ്രംഗ് എന്ന് പറയുന്ന ആ നികുതി വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് കേട്ടോ ഉദ്രംഗ്. ഉദ്രംഗിന്റെ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്ക് കൃഷി ചെയ്ത് അതിന്റെ 1/6 ഭാഗം രാജാവിന് അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിന് നൽകേണ്ടി വന്നിരുന്ന ഒരവസ്ഥ നമ്മുടെ കർഷകർക്കുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഭൂനികുതി എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക വിഭവങ്ങളുടെ 1/6%. ഇതെല്ലാ കർഷകരും നൽകേണ്ടതാണ്. അതിന് പുറമെ കാലാനുഗതമായി നൽകേണ്ട നികുതിയായിരുന്നു കരം. അപ്പം ഈ ഉദ്രംഗ് എന്ന് പറയുന്നത് അടയാളപ്പെടുത്തുക, അതുപോലെ തന്നെ കരം എന്ന് പറയുന്നത് അടയാളപ്പെടുത്തുക. ഇത് കൂടാതെ ബലി, ഹവാലികര, ഉഴവ് നടത്തേണ്ടതിന് കൊടുക്കേണ്ട നികുതിയാണ് ഹവാലികര എന്ന് പറയുന്നത്. ബലി എന്ന് പറയുന്നത് നിർബന്ധമായി അവര് പിരിച്ചെടുക്കുന്ന നികുതിയാണ് ബലി എന്ന് പറയുന്നത്. അപ്പം ബലി, ഉദ്രംഗ്, കരം, അതുപോലെ തന്നെ ഹവാലികര, അങ്ങനെ 4 തരത്തിലുള്ള നികുതി പിരിവുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് കൊടുക്കണമായിരുന്നു. കുറ്റവാളികളിൽ നിന്ന് ഈടാക്കുന്ന പിഴ, കസ്റ്റംസ് നികുതി, നിർമ്മിത വസ്തുക്കൾ മേൽ ചുമത്തുന്ന നികുതി എന്നിവയായിരുന്നു രാജ്യത്തിന്റെ മറ്റു വരുമാന മാർഗങ്ങൾ.
അക്ഷപാടനാധികൃതനായ ഗോപാശ്രമൻ എന്നൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. വരുമാനം സംബന്ധിച്ച് കണക്കുകൾ സൂക്ഷിക്കുക, ഗവൺമെന്റിന് കിട്ടാനുള്ള തുകകൾ ജാമ്യക്കാരിൽ നിന്ന് ഈടാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. തുണി, എണ്ണ എന്നിവയ്ക്ക് ഉപരികരം എന്ന പേരിൽ ഒരു പ്രത്യേക നികുതി ഉണ്ടായിരുന്നു. അതും ഒന്ന് അടയാളപ്പെടുത്തണേ. തുണി, എണ്ണ എന്നിവയ്ക്ക് ഉപരികരം എന്ന് പറയുന്ന മറ്റൊരു നികുതിയും കൂടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ശുൽക്കം എന്ന് പറയുന്ന ഒരു നികുതി വ്യവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. അത് വ്യാപാരികൾ നൽകേണ്ട ഒരു പ്രത്യേക നികുതിയായിരുന്നു ശുൽക്കം എന്ന് പറയുന്നത്. രാജാവിന് ആരെ കൊണ്ടും നിർബന്ധമായി പണിയെടുപ്പിക്കാം. ഇതിന് വിഷ്ടി എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം ആ കാലഘട്ടത്തില് രാജാവിന് തന്റെ കൃഷിഭൂമിയിൽ അല്ലെങ്കിൽ തന്റെ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ തന്റെ രാജകൊട്ടാരത്തിലൊക്കെ ആരെ കൊണ്ട് വേണമെങ്കിലും നിർബന്ധിച്ച് പണിയെടുപ്പിക്കാമായിരുന്നു. അപ്പൊ അതിനൊന്നും വരുമാനമോ അല്ലെങ്കിൽ ഒരു പ്രതിഫലമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അറിയപ്പെടുന്ന പേരാണ് വിഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല ഭൂപ്രഭുക്കന്മാരും ഒക്കെ ഈ ഒരു വിഷ്ടി അവർ അവലംബിച്ചിരുന്നു. കാരണം പാവപ്പെട്ടവരായ ക്ഷുദ്രരായ കർഷകരെ കൊണ്ട് തങ്ങളുടെ പാടങ്ങളിൽ പണിയെടുപ്പിച്ച് അവര് പണം ഒന്നും കൊടുക്കാതെ ഇങ്ങനെ വിഷ്ടി രീതിയിലുള്ള ജോലി അവർ ചെയ്യിച്ചിരുന്നു. ഇതിന് വിഷ്ടി എന്ന് പറയുന്നു. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പരിപാലനം, സൈനിക ചെലവ്, പൊതുമരാമത്ത് ജോലി, രാജകൊട്ടാരത്തിന്റെ സൂക്ഷിപ്പ് എന്നിവയായിരുന്നു പ്രധാന ചെലവുകൾ. അപ്പം രാജകൊട്ടാരത്തിൽ ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് നികുതിയായിരുന്നു. നികുതി പല രീതിയിൽ ഉണ്ടായിരുന്നു. വ്യാപാരികൾ നികുതി കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ തുണിക്കും എണ്ണയ്ക്കും ഒക്കെ ഉപരികരം എന്ന് പറഞ്ഞൊരു നികുതി ഉണ്ടായിരുന്നു. അതിനുശേഷം കരം എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു. ഹവാലികാര, അതുപോലെ ബലി എന്നിങ്ങനെയുള്ള നികുതികൾ ഉണ്ടായിരുന്നു. ഉദ്രംഗം എന്ന് പറയുന്ന ഒരു ഭൂനികുതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ നികുതികൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം വിഷ്ടി എന്ന് പറയുന്ന നിർബന്ധിത വേല ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായം കൂടെ ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഈ ഗുപ്തന്മാരുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഗുപ്ത കാലഘട്ടത്തിലെ ഗുപ്ത രാജാക്കന്മാരും അവരുടെ പ്രവിശ്യകളെ പലതായിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ വിഭജിച്ചിരുന്നു. അപ്പൊ അത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അവർ വിഭജിച്ചിരുന്നതാണ് നമ്മൾ എടുത്ത് കാണുന്നത്. ഗുപ്ത രാജാക്കന്മാരുടെ പ്രധാന നേട്ടം അവർ സാമാന്യം ഒരു നല്ല ഭരണ വ്യവസ്ഥ നിലനിർത്തി എന്നുള്ളതാണ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണേ. അവർക്ക് ഗുപ്ത കാലഘട്ടത്തിലെ രാജാക്കന്മാർക്ക് ഒരു മികച്ച ഭരണ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഭരണ സംവിധാനത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് രാജാവായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമുക്കൊരു പ്രസിഡന്റ്, ഒരു രാഷ്ട്രപതി ഉണ്ടാവും, അതുപോലെ പ്രധാനമന്ത്രി ഉണ്ടാവും. അങ്ങനെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ആ കാലഘട്ടത്തില് രാജാവായിരുന്നു. രാജാവിന്റെ അധികാരത്തിന് കീഴില് പ്രവിശ്യകളായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ പ്രവിശ്യകളിൽ നിന്ന് പലതായിട്ട് രാജ്യത്തെ വിഭജിച്ചിരുന്നു. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. സിവിൽ ഭരണത്തിന്റെയും സൈന്യത്തിന്റെയും നീതിന്യായ സംവിധാനത്തിന്റെയും തലവൻ രാജാവായിരുന്നു. മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സമൂഹത്തിലെ മുതിർന്നവരും അധികാരം പങ്കിട്ടിരുന്നു. പക്ഷെ ക്ഷേമം മുൻനിർത്തി ഭരിക്കുന്നവരാണ് മാതൃകാ രാജാവ്. സ്മൃതികൾ അനുശാസിക്കുന്ന നിബന്ധനകൾ രാജാവ് പാലിക്കണമായിരുന്നു. അധികാരം മാത്രമല്ല, കടമയും രാജാവിനുണ്ടായിരുന്നു. രാജ്യത്വം പാരമ്പര്യമായിരുന്നുവെങ്കിലും പിന്തുടർച്ച അവകാശ നിയമം ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. നമ്മുടെ രാജാവിന്റെ അധികാര പരിധിയിലായിരുന്നു നിയമവ്യവസ്ഥയും അതുപോലെ നീതിന്യായ സംവിധാനവും ഒക്കെ രാജാവിന്റെ അധീനതയിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിലാണ് വഹിക്കപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ അധികാരത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് രാജാവായിരുന്നു. ആരുടെ മൈക്ക് ഓൺ ആണ്, ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ഓക്കെ. അപ്പോൾ ഗുപ്തന്മാരുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്, രാജാവിനാണ് കേന്ദ്ര സ്ഥാനം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലായിരുന്നു നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്മൃതികൾ അനുശാസിക്കുന്ന നിയമങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ രാജാവും സന്നദ്ധനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനും കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ രാജ്യത്വം എന്ന് പറയുന്ന പാരമ്പര്യമായിരുന്നു. പക്ഷെ അതിന് പിന്തുടർച്ച അവകാശ നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏത് രാജാക്കന്മാരിൽ നിന്ന് വേണമെങ്കിലും മറ്റു രാജാക്കന്മാർക്ക് ആക്രമണ ഭീഷണിയും അതുപോലെ തന്നെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ ആക്രമണങ്ങൾ നടത്തി ഒരു രാജ്യത്തെ പിടിച്ചടക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ പരമാധികാരി എന്ന് പറയുന്നത് വിജയിച്ച രാജാവായിരിക്കും. പിന്നെ ഗുപ്ത കാലഘട്ടത്തിലെ മന്ത്രിസഭയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ മന്ത്രിസഭ എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മന്ത്രിസഭ എന്ന് പറയുന്നത്. അധികാര കേന്ദ്രം നമ്മുടെ ഓക്കെ. സ്മൃതികൾ എന്ന് പറയുന്നത് അതൊരു അനുശാസ നിബന്ധനകളും അതുപോലെ തന്നെ ഓരോ നിയമങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഘടകമാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ സ്മൃതികൾ അനുശാസിക്കുന്ന നിബന്ധനകളൊക്കെ പാലിക്കാൻ രാജാവ് അധികാരപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഓരോ കടമയും അതുപോലെ തന്നെ ഓരോ
അധികാര ശ്രേണിയും അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തങ്ങളൊക്കെ രാജാവിനും ഉണ്ടായിരുന്നു. മന്ത്രിസഭ എന്ന് പറയുന്നത് രാജാവിനെ സഹായിക്കാനായിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. മന്ത്രിമാർ സജീവന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഗുപ്ത കാലഘട്ടത്തിലെ രാജാവിനെ സഹായിക്കാനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാര് സജീവന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സൈനിക മികവായിരുന്നു മന്ത്രിമാരുടെ അടിസ്ഥാന യോഗ്യത. കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേൽനോട്ടം വഹിച്ചിരുന്നത് സർവാധ്യക്ഷനായിരുന്നു. ഗുപ്തന്മാരുടെ കാലം സ്ഥിരമായി യുദ്ധം നടക്കുന്ന കാലമായിരുന്നു. അതിനാൽ യുദ്ധ ചെലവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ആക്രമണങ്ങളൊക്കെ നടന്ന കാലഘട്ടമാണ്. പ്രധാനമായിട്ടും സമുദ്രഗുപ്തനാണ് ആക്രമണങ്ങളിലൂടെ ഗുപ്ത സാമ്രാജ്യം വിപുലീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം അശ്വമേധം ഒക്കെ നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ യുദ്ധ ചെലവുകളും ഒക്കെ വഹിക്കുന്നതും അല്ലെങ്കിൽ യുദ്ധ ചെലവുകളുടെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് പ്രത്യേക ഉദ്യോഗസ്ഥരായിരുന്നു. അതും മന്ത്രിസഭയിലെ മന്ത്രിമാരും ഒക്കെ രാജാവിനെ അക്കാര്യങ്ങളിലൊക്കെ സഹായിച്ചിരുന്നു. പിന്നെ രണഭണ്ഡാഗരാതി കർണൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മന്ത്രിപദം പരമ്പരാഗതമായി ലഭിച്ചതായിരുന്നു. അതേസമയം അവർ വിദഗ്ധരും കാര്യക്ഷമമുള്ളവരുമാണെന്ന് ഗുപ്ത രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു. അപ്പൊ ഈ മന്ത്രി ഇപ്പം നമ്മൾ പറഞ്ഞു രാജാധികാരം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് അവർക്ക് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു രാജാവ് മരണമടഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനായിരിക്കും സ്വാഭാവികമായിട്ട് രാജാധികാരത്തിൽ എത്തുക. അപ്പൊ അതുപോലെ തന്നെയാണ് മന്ത്രി പദവും അലങ്കരിച്ചിരുന്നത് അവര് പാരമ്പര്യമായിട്ടായിരുന്നു. അപ്പൊ ഒരു മന്ത്രിയുടെ മരണത്തിന് ശേഷം അവരുടെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനായിരിക്കും ആ മന്ത്രിപദത്തിൽ പിന്നീട് ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ ഒരു മന്ത്രിപദം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമായിരുന്നെങ്കിൽ പോലും ഈ മന്ത്രിമാര് പുതുതായി ഉടലെടുക്കുന്ന മന്ത്രിമാര് കാര്യക്ഷമതയുള്ളവരാണോ എന്നുള്ള കാര്യം ഗുപ്ത രാജാക്കന്മാര് പ്രത്യേകം പരിശോധിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ കാര്യക്ഷമതയുള്ളവരെ മാത്രമാണ് അവർ തങ്ങളുടെ മന്ത്രിമാരായിട്ട് അംഗീകരിച്ചിരുന്നത്. അപ്പൊ അതും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. മന്ത്രിസഭ എന്ന് പറയുന്നത് ഗുപ്ത രാജാക്കന്മാരെ സഹായിക്കാനായിട്ട് ശക്തമായി നിലനിരുന്ന ഒന്നാണ്. അതുപോലെ യുദ്ധ ചെലവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കണക്കാക്കാനായിട്ട് പ്രത്യേക ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മന്ത്രി പദവി എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് ഉടലെടുക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അത് തുടർന്നു പോകുന്ന ഒന്നായിരുന്നു. പക്ഷേ പുതുതായിട്ട് ഉണ്ടാകുന്ന മന്ത്രിമാര് കാര്യക്ഷമതയുള്ളവരാണോ എന്ന് പരിശോധിക്കാൻ ഗുപ്ത രാജാക്കന്മാർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഇനി അവിടുത്തെ പ്രാദേശിക ഭരണത്തെക്കുറിച്ച് നമുക്ക് കാണാം. പ്രാദേശിക ഭരണം എന്ന് പറയുന്നത് രാജാവ് അധികാര കേന്ദ്രത്തിൽ ഇരുന്നതിന് ശേഷം അധികാര വികേന്ദ്രീകരണം ഒക്കെ നടത്തിയിരുന്നു. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭരണ സൗകര്യത്തിന് വേണ്ടി രാഷ്ട്രം പല പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. അവയെ ദേശങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തേത് പ്രവിശ്യകളാണ്. അതൊന്ന് ഒരു വട്ടത്തിലോ അല്ലെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ അതിനുശേഷം വിഷയങ്ങളായിട്ടാണ് പ്രവിശ്യകളെ വിഭജിച്ചത്. അപ്പൊ ദേശങ്ങളുടെ ഭരണാധികാരി എന്ന് ഓരോ പ്രവിശ്യയും പല വിഷയങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. അപ്പൊ അതും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. രാജ്യത്തെ പ്രവിശ്യകളായിട്ട് വിഭജിച്ചു. പ്രവിശ്യകളുടെ ഭരണാധികാരി എന്ന് പറയുന്നത് ഉപ അധികാരി എന്ന് പറയുന്ന ഒരാളായിരുന്നു. അതിനുശേഷം പ്രവിശ്യകളെ വിഷയങ്ങളായിട്ട് തരംതിരിച്ചു അല്ലെങ്കിൽ വിഭജിച്ചു. അപ്പൊ വിഷയം എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. അതിന്റെ അധികാര കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ അധികാരി എന്ന് പറയുന്നത് വിഷയപതി എന്നറിയപ്പെടുന്ന ഒരു ആളായിരുന്നു. അപ്പം വിഷയത്തിന്റെ രാജാവ് അല്ലെങ്കിൽ പ്രാദേശിക പ്രവിശ്യകളെ വിഷയങ്ങളായിട്ട് തിരിച്ചപ്പോൾ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് വിഷയപതിയായിരുന്നു. അപ്പം അതിനുശേഷമാണ് ഭരണ സംവിധാനം ഏറ്റവും അടിത്തട്ടിലുള്ളത് ഗ്രാമമായിരുന്നു. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ആദ്യം പ്രവിശ്യ, അതിനുശേഷം വിഷയം, അതിനുശേഷം ഗ്രാമം. അത് കാര്യങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ ഗ്രാമത്തിന്റെ ചുമതല ഗ്രാമപതിക്കായിരുന്നു. അതും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പം ഈ 3 രീതിയിലാണ് ഗുപ്ത കാലഘട്ടത്തില് രാജ്യത്തെ വിഭജിച്ചിരുന്നത്. ആദ്യം പ്രവിശ്യയുടെ ഭരണാധികാരി ഉപാധികാരി, അതിനുശേഷം വിഷയത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് വിഷയപതി, അതിനുശേഷം ഗ്രാമത്തിന്റെ അധികാരി എന്ന് പറയുന്നത് ഗ്രാമപതി. ഇതെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അധികാര ശ്രേണി അല്ലെങ്കിൽ പ്രാദേശിക ഭരണം എങ്ങനെയാണ് ഗുപ്തര് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഗുപ്തന്മാരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഭൂനികുതിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കാരണം ഭൂനികുതിയിലൂടെ ബ്രാഹ്മണന്മാര് ഒക്കെ ഒരുപാട് ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു. ഭൂസ്വത്തുക്കളില് നമുക്ക് നമ്മുടെ ശുദ്രരായിട്ടുള്ള കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. അവരിൽ നിന്നൊക്കെ നികുതി ഈടാക്കിയിട്ടാണ് അവിടെ ഗുപ്ത സാമ്രാജ്യമൊക്കെ നിലനിന്ന് പോന്നിരുന്നത്.
ഉൽപാദനത്തിന് 1/6 ഭാഗമായിരുന്നു അവർ നികുതിയായിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. ഇതെല്ലാ കർഷകരും നൽകേണ്ടിയിരുന്നു. ഇതിനു പുറമെ നൽകേണ്ട മറ്റൊരു നികുതിയായിരുന്നു കരം. അതിനുശേഷം ബലി എന്നൊരു നികുതിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ വേറെ നികുതികളായ കസ്റ്റംസ് നികുതിയും നിർമ്മിത വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന നികുതിയും ഒക്കെ അവര് കൊടുക്കേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ വ്യാപാരികൾ നൽകേണ്ട പ്രത്യേക നികുതിയായിരുന്നു ശുൽക്കം എന്ന് പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട നികുതിയായിരുന്നു. അത് പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു. രാജാവിന് ആരെ കൊണ്ടും നിർബന്ധിതമായി പണിയെടുപ്പിക്കാമായിരുന്നു. അത് വിഷ്ടി എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ഭാഗത്തും കൂടെ പറഞ്ഞതാണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കണം. നമുക്ക് ഗുപ്ത രാജവംശത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വരുമാന മാർഗത്തെ കുറിച്ചും നികുതികളെ കുറിച്ചും ഒക്കെ നമുക്ക് എഴുതി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിഷ്ടി എന്ന് പറഞ്ഞ സമ്പ്രദായത്തെ കുറിച്ച് എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ടാണെന്ന് എഴുതി വെക്കാം. പിന്നെ നീതിന്യായ സമ്പ്രദായത്തെ കുറിച്ചാണ് പറയുന്നത്. ഗുപ്തന്മാരുടെ കീഴിൽ നീതിന്യായ സംവിധാനം കുറെ കൂടി പുരോഗമിച്ചിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ക്രിമിനൽ നിയമങ്ങളും സിവിൽ നിയമങ്ങളും ഒക്കെ വേർതിരിച്ചിരുന്നത് ഈ ഗുപ്ത കാലഘട്ടത്തിലാണ്. അപ്പൊ ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ സിവിൽ നിയമങ്ങളും നമുക്കറിയാം അല്ലെ. സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് വ്യാപാരം, വാണിജ്യം, അതുപോലെ തന്നെ ഭൂനികുതി, അങ്ങനെ ഭൂപരമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഈ സിവിൽ നിയമങ്ങളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ക്രിമിനൽ എന്ന് പറയുന്നത് കൊലപാതകം, മോഷണം അങ്ങനെയൊക്കെ പറയുന്ന ചില കുറ്റകൃത്യങ്ങളൊക്കെയാണ് ക്രിമിനൽ നിയമങ്ങളിൽ വരുന്നത്. അപ്പൊ ഈ രണ്ട് നിയമങ്ങളും വേർതിരിച്ചത് ഗുപ്ത കാലഘട്ടത്തിലായിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന നീതിന്യായ അധികാരി രാജാവായിരുന്നു. രാജാവിനെ സഹായിക്കാൻ മഹാദണ്ഡനായക ഉണ്ടായിരുന്നു. തലസ്ഥാന നഗരിയിലുള്ള പരമോന്നത കോടതി ധർമ്മസ്ഥാന എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ സംസ്ഥാന നഗരിയിലുള്ള പരമോന്നത കോടതി ധർമ്മസ്ഥാന എന്ന പേരിൽ അറിയപ്പെടുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഇന്ന് നമ്മൾ ഉള്ള സുപ്രീം കോടതിയൊക്കെ പോലെ അന്നുണ്ടായിരുന്ന ഒരു കോടതിയുടെ പേരാണ് ധർമ്മസ്ഥാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈനിക സ്ഥാപനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈനിക സംവിധാനം എന്ന് പറയുന്നത് ഭടന്മാരും ഒക്കെയുള്ള ഒരു സൈനിക സംവിധാനം നമ്മുടെ ഗുപ്ത രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിന്റെ സൈന്യത്തിന്റെ നായകൻ മഹാസേനാധിപതിയായിരുന്നു. ഭടന്മാർ വടിയും ഉരുക്കത്തൊപ്പിയും ധരിച്ചിരുന്നു. വാൾ, കുന്തം, മഴു, അമ്പ, വില്ല് എന്നിവയാണ് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ ഗുപ്ത രാജവംശത്തിന്റെ പതനത്തിന്റെ ചില കാരണങ്ങൾ നമുക്ക് ഇവിടെ എടുത്ത് കാണിക്കേണ്ടതുണ്ട്. കാരണം മൗര്യ സാമ്രാജ്യം അധപതിച്ചു പോയ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗുപ്ത സാമ്രാജ്യവും അധപതനത്തിന് കീഴിലാകപ്പെട്ടു. ഏകദേശം 550 AD ഗുപ്ത സാമ്രാജ്യം അധപതനം നടന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് കേന്ദ്ര അധികാര സ്ഥാനത്തിന് അഭാവമാണ്. ഒരു കേന്ദ്ര അധികാര സ്ഥാനം അവർക്ക് ഇല്ലാതെയായിപ്പോയി. അതുപോലെ തന്നെ നല്ല മിടുക്കരായിട്ടുള്ള വളരെ അധികാരം നന്നായി വിനിയോഗിക്കുന്ന നല്ല രീതിയിലുള്ള ഭരണാധികാരികളുടെ അഭാവം ഒക്കെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ അധപതനത്തിന് കാരണമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതിനുശേഷം വരുന്നതെന്ന് പറയുന്നത് അതിർത്തി സംരക്ഷണത്തിൽ കാണിച്ച അലംഭാവമാണ്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ അധികാരം വികേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അധികാരം പല രാജ്യങ്ങളും കരസ്ഥമാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ആ അധികാര കേന്ദ്രങ്ങളിലുള്ള അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അങ്ങനെ ആ അധികാര പരിധിയിലുള്ള ഒരു അലംഭാവം ഒക്കെ അവരുടെ ഗുപ്ത സാമ്രാജ്യ അധപതനത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധികള്, വിദേശാക്രമണങ്ങൾ, ആഭ്യന്തര കലഹങ്ങളൊക്കെ ഈ നമ്മുടെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ അധപതനത്തിന് കാരണമായിട്ടുള്ള ഒന്നാണ്. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ് കേട്ടോ, ഗുപ്ത സാമ്രാജ്യത്തിന്റെ അധപതനത്തിന്റെ കാരണങ്ങൾ. അതൊന്ന് ജസ്റ്റ് ഇവിടെ 6 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി വരുന്നത് പ്രധാന ഗുപ്ത രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചന്ദ്രഗുപ്തനെ കുറിച്ചും അതുപോലെ തന്നെ വിക്രമാദിത്യ രാജാവിനെ കുറിച്ചും സമുദ്രഗുപ്തനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഗുപ്ത രാജവംശത്തിലെ ആദ്യത്തെ ശ്രദ്ധേയനായ രാജാവാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗുപ്ത വർഷം എന്ന് പറഞ്ഞ ഒരു വർഷം ഉണ്ടാക്കിയത് അദ്ദേഹമാണെന്ന് പറഞ്ഞു. ഏകദേശം 600 വർഷത്തോളം ആ ഗുപ്ത വർഷത്തിന് ഒരു പ്രസിദ്ധി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും അതുപോലെ തന്നെ അത് സ്ഥാപിക്കപ്പെട്ട കാലഘട്ടവും ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ശ്രീഗുപ്തൻ, അതുപോലെ തന്നെ ശ്രീഗുപ്തനായിരുന്നു ഗുപ്തരാജ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. പാടലിപുത്രമായിരുന്നു അതിന്റെ തലസ്ഥാനം എന്നുള്ള കാര്യവും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം ചന്ദ്രഗുപ്തൻ ഒന്നാമനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ചു വെക്കുക. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥലം, അതായത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. ബീഹാർ, ഔധ്, അലഹാബാദ്, മഗധ എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലങ്ങള്. പിന്നെ അദ്ദേഹത്തിന്റെ നിര്യാണം സംഭവിച്ച ഏത് വർഷമാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. AD 335 അതിനുശേഷം വന്നാണ് സമുദ്രഗുപ്തൻ
എന്ന പറഞ്ഞ രാജാവ്. അദ്ദേഹം ഗുപ്ത സാമ്രാജ്യം വികസിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു രാജാവാണ്. അതിനുശേഷം വന്ന രാജാവാണ് രാമഗുപ്തൻ. അപ്പൊ ഇവരുടെയൊക്കെ ഭരണ കാലഘട്ടം ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. സമുദ്രഗുപ്തന്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 335 മുതൽ AD 375 വരെയാണ്. അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം രാമഗുപ്തൻ വളരെ കുറച്ച് കാലം മാത്രം നമ്മുടെ ഗുപ്ത സാമ്രാജ്യം ഭരിച്ച രാജാവാണ് രാമഗുപ്തൻ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം 5 വർഷം മാത്രമേ അദ്ദേഹം ഗുപ്ത സാമ്രാജ്യം ഭരിച്ചിരുന്നുള്ളൂ. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ രാമഗുപ്തന് ശേഷം വന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് ചന്ദ്രഗുപ്തൻ. അദ്ദേഹം വിവാഹബന്ധങ്ങളിലൂടെയൊക്കെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ അധികാരം വളരെയധികം വർദ്ധിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ അതുകൂടാതെ അദ്ദേഹം വിക്രമാദിത്യൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ നവരത്നങ്ങളും ഒക്കെ സദസ്സ് അലങ്കരിച്ചിരുന്നത് വിക്രമാദിത്യന്റെ രാജസദസ്സിലായിരുന്നു. കലയെയും സാഹിത്യത്തെയും ഒക്കെ ഒരുപാട് പരിപോഷിപ്പിച്ച അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി കുമാരഗുപ്തൻ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായി നമ്മുടെ രാജ്യം ഭരിച്ച ഒരു രാജാവായിരുന്നു കുമാരഗുപ്തൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 413 മുതൽ 455 വരെയാണ്. 455 വരെയാണ്. അപ്പൊ ഏകദേശം 40 വർഷക്കാലം അധികാരത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജാവാണ് കുമാരഗുപ്തൻ എന്ന് പറയുന്നത്. പക്ഷേ സഹിഷ്ണുതയുള്ള ആളായിരുന്നു അദ്ദേഹം അധികം ആക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ, അതായത് കുമാരഗുപ്തന്റെ കാലഘട്ടത്തിൽ വ്യാപാരവും വാണിജ്യവും ഒക്കെ ഒരുപാട് അഭിവൃദ്ധി പ്രാപിച്ചു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. പിന്നെ അധികാര വികേന്ദ്രീകരണം കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു കുമാരഗുപ്തന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു ഗുപ്ത കാലഘട്ടത്തിലെ. ഇനി അവസാനത്തെ ശക്തനായ ഗുപ്ത രാജാവായിരുന്നു സ്കന്ദഗുപ്തൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അധപതനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഗുപ്ത സാമ്രാജ്യത്തിന്റെ ക്ഷയം ആരംഭിച്ചത്, അല്ലെങ്കിൽ അതിന്റെ അധപതനം ആരംഭിച്ചത് സ്കന്ദഗുപ്തന്റെ മരണത്തോടെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 455 മുതൽ 464 വരെയാണ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. പുഷ്യമിത്രന്മാരുടെയും ഹൂണന്മാരുടെയും ആക്രമണത്തെ കുമാരഗുപ്തന്റെ മകനും പിൻഗാമിയുമായ സ്കന്ദഗുപ്തൻ ചെറുത്തു. ശക്തനായ ഒടുവിലത്തെ ഗുപ്ത രാജാവായിരുന്നു സ്കന്ദഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങി. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്ന പ്രവിശ്യകൾ ഓരോന്നായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മുടെ രാജാവ് ഇപ്പം ഓരോ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ അധികാരം അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിക്കുമ്പോൾ ഓരോ രാജ്യങ്ങളും മറ്റു രാജാക്കന്മാർ പിടിച്ചടക്കുകയും അവർ സ്വതന്ത്രരാകുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സ്കന്ദഗുപ്തന്റെ അധികാരത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇങ്ങനെ അധികാരപരിധി അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അധികാരം വളരെ ക്ഷയിക്കുകയും ആ ഓരോരോ സമുദ്രഗുപ്തനൊക്കെ പിടിച്ചടക്കിയ ഓരോ പ്രവിശ്യകള് സ്വതന്ത്രമാവുകയും ഒക്കെ ചെയ്തു. അപ്പൊ സ്കന്ദഗുപ്തന്റെ മരണത്തോടെ ഗുപ്ത സാമ്രാജ്യം അധപതനത്തിലേക്ക് പോയി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഓർത്തു വെക്കാനുള്ളത്. ഇപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉപജാതികളുടെ പെരുകൽ ഉണ്ടായത് നമ്മുടെ ഗുപ്ത കാലഘട്ടത്തിലാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗുപ്ത കാലഘട്ടത്തിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷി അല്ലെങ്കിൽ ഭൂനികുതിയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ചന്ദ്രഗുപ്തനെ കുറിച്ചും വിക്രമാദിത്യ രാജാവിനെ കുറിച്ചും വിക്രമാദിത്യന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന നവരത്നങ്ങളെ കുറിച്ചും ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുകയും പഠിച്ചു വെക്കുകയും ചെയ്യണം. പിന്നെ നമ്മുടെ കലയും സാഹിത്യവും ഒക്കെ അതിന്റെയൊക്കെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മളൊന്ന് പഠിച്ചു വെക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളൂ. നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. ഇനി ഓരോ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ആ ഒരു പാഠഭാഗങ്ങൾ നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് ഒന്ന് അടച്ചു വെക്കാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചാലേ ഇതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കയറുള്ളൂ. നമുക്ക് ഹിസ്റ്ററിയാണ് കുറച്ചുകൂടെ ടഫാണ്. നമ്മൾ ഓരോ വർഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആ വർഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.